ഇന്നത്തെ ഈ ആത്മീയ ആരാധനാ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബഹുമാനായ പാസ്റ്റർ കെന്നഡി അവർക്കും കുടുംബത്തിനും വേദിയിലും സ്റ്റേജിലും ഒക്കെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ സഭ, മറ്റു സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ, സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന കർത്തനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് തുടങ്ങുന്ന ഈ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ക്ഷണിക്കുവാൻ നിങ്ങൾക്ക് പ്രേരണ തന്ന ദൈവത്തെ ഞാൻ ആദ്യമായി വീണ്ടും സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ രഞ്ജിത് പാസ്റ്ററെ ഞാൻ ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് മുഖം മറന്നുപോയി. ഒരുപാട് വളരെ പറയാമെന്ന് വിചാരിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് എത്രയോ എണ്ണമറ്റ പാസ്റ്റർമാരും സ്റ്റേജുകളും വേദികളും കടന്നു പോയതുകൊണ്ട് എല്ലാം ഓർത്തു എന്ന് വരത്തില്ലെങ്കിലും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രസ്പിറ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. സമയം വളരെ പോയതുകൊണ്ട് ഞാൻ അതിന് വിശദാംശത്തിൽ കടക്കുന്നില്ല. നിങ്ങൾക്കൊരു ഏകദേശ രൂപം പിടി കിട്ടിയല്ലോ, അത് മതി. ദൈവത്തിന് സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേ ഒരു ശുശ്രൂഷകനായും ഒരു സെക്ഷൻ പ്രസ്പിറ്ററായും ഒക്കെ ഉയർന്നു വന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിോപദേശത്തിനായി തന്നിരിക്കുന്ന ഈ വചനം നിന്റെ ആത്മാവിൽ എഴുതിയത് കൊണ്ട് അതേ ആത്മാവിൽ സൂക്ഷിപ്പാൻ ഈ സാധുവിന് കൃപ തരണമേ. അതേ ആത്മാവിൽ കേട്ട് അനുസരിപ്പാനും വിടുതൽ പ്രാപിപ്പാനും ജനത്തിനിടയാക്കണമേ. ഞങ്ങളെ ഒന്നിച്ചൊന്ന് അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ മനസ്സിലൊരു സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഭാരങ്ങൾക്കൊരു മറുപടി നൽകണമേ. ഈ വചനത്തിൽ സൂക്ഷിപ്പാൻ അധികാരപ്പെടുത്തണമേ. വിടുതലോടെ ഞങ്ങളെ അയക്കും. മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത് ഒരു പ്രസംഗവാക്യമാണ്. തിയോളജിക്കലായിട്ട് അതിനകത്തൊന്നും കാര്യമായിട്ടില്ലല്ലോ. സങ്കീർത്തനമൊക്കെ വായിച്ച പാസ്റ്റർമാർ പറയുന്ന പോലെ ഈ സങ്കീർത്തനം മുഖവാക്യം കൊണ്ട് ദാവീദിൻ്റെതല്ലെങ്കിലും, ചിലതിന് ഈ മുഖവാക്യത്തിൽ ഇന്നാടെ സങ്കീർത്തനമൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഭാഷാശൈലി നോക്കിയാൽ ദാവീദിൻ്റെത് പോലെ ഇരിക്കുന്നു. എന്തിനാ പിന്നെ ദാവീദിനെ കുറിച്ച് ഇഷ്ടം പോലെ പറയാൻ കിടക്കുമല്ലോ. ഈ സങ്കീർത്തനത്തെ കുറിച്ച് മാത്യു ഹെൻറി ഇങ്ങനെ പറഞ്ഞു, ജോൺ ഓസ്റ്റിൻ അങ്ങനെ പറഞ്ഞു. നിനക്കെന്താ പറയാനുണ്ട്? ദൈവദാസന്മാരെ, ജോൺ ഓസ്റ്റിൻ ഒരു ദൂത് കിട്ടിയെങ്കിൽ, മാത്യു ഹെൻറിക്ക് ഒരു ദൂത് കിട്ടിയെങ്കിൽ നിനക്കൊരു ദൂത് കിട്ടണം. അതാണ് ജനത്തിന്. ജനം കൂടി വന്നിരിക്കുന്നത് നൂറുകണക്കിന് വിഷയങ്ങളുടെ മുമ്പിൽ അവരുടെ ജീവിതം വിഷമിച്ച വന്നിരിക്കുന്നത്. സങ്കീർത്തനത്തിന് നീളവും വീതിയും കേൾക്കാനല്ല ഇരിക്കുന്നേ. അവരുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന വിഷയങ്ങൾ നീ ഒരാഴ്ചയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വെളിപ്പെടും. ഞായറാഴ്ച നീ എഴുന്നേറ്റാൽ മതി, ഒന്നും പ്രിപ്പറേഷൻ വേണ്ട. നീ എഴുന്നേറ്റാൽ മതി, നിന്റെ നാവിൽ അവൻ തന്നുകൊള്ളും. അതുകൊണ്ട് വേദോസം വായിക്കരുതെന്നോ ഏതെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എന്നും നമ്മൾ പഠിച്ച് പ്രസംഗിച്ചാലുള്ള ദോഷം എന്താണെന്നറിയാമോ? നമുക്കൊരിക്കലും ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ല?
പൗലോസിന്റെ പാണ്ഡിത്യം കൊണ്ട് ഒരൊറ്റ ആത്മാവിനെ നേടിയില്ല. അന്നത്തെ വലിയ പണ്ഡിതനാണ് അവൻ. അവൻ പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുക. ജനത്തിന് രൂപാന്തരം വരണമെങ്കിൽ അവന്റെ ഹൃദയത്തെ അലട്ടുന്ന വിഷയങ്ങൾ നീ ആത്മാവിൽ വിവേചിക്കുമ്പോൾ അവൻ ചലിക്കും. നീ എന്ത് ആരാധിക്കാത്ത ഒരു മുൻവിധിയോടെ പാസ്റ്റർ ഇരുന്നാ പോരാ. അവന്റെ ഹൃദയത്തെ അലട്ടുന്ന വിഷയങ്ങളുണ്ട്. അത് നീ ആത്മാവിൽ വിവേചിച്ച് ദൂത് പറയുമ്പോൾ അവൻ ചലിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് വരാം. ഒന്നുകൂടെ അത് വായിക്കാമോ? യെസ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഇതൊരു പശ്ചാത്തലം ഒന്നും പറയാൻ എനിക്ക് സമയമില്ല, ഞാൻ ആശയം മാത്രം പറയുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരോട് പറയുന്നറിയാമോ? ഇത് ഹലോ, ആരോട് പറയും? പിള്ളേരോട് പരീക്ഷയ്ക്ക് പോകത്തില്ല, സന്ദർഭം എഴുതുക. ആരോട് പറഞ്ഞു? ഇത് ആരോട് പറഞ്ഞാന്നറിയാമോ? യേശു തമ്പുരാൻ ആരോട് പറഞ്ഞ? ശിഷ്യന്മാരോട് പറഞ്ഞതാ. അപ്പൊ നമ്മളാരാ? അതെ, എന്നാ നിങ്ങളോടാ ഇതിനെ. ഓ, ഞങ്ങളല്ല അല്ലേ? ചില ദൂത് പറയും, അയ്യോ ഇന്നാ ലീലാമ്മ കേൾക്കണ്ട ദൂതായിരുന്നു. നിനക്കുള്ളതല്ല, ലീലാമ്മയ്ക്കുള്ള ദൂതായിട്ട് പറഞ്ഞത്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കുറ്റം ചാരി പോയ പതിവ് കളഞ്ഞിട്ട്, അയ്യോ എന്നോടാണ് സംസാരിച്ചത്, എനിക്കാണ് തിരുത്താൻ ആവശ്യം. അതാണ് ജീവിതത്തിന്റെ വിജയം. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരോട് കർത്താവ് ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, തന്റെ മരണത്തിന് മുമ്പ് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. എന്താണ്? ഒരു വാഗ്ദത്തം, ഒരു ഓഫറിങ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാഗ്ദത്തമാണ്. പിന്നത്തേതിൽ അവർക്ക് ലഭിക്കാനുള്ളതും ലഭിച്ചാൽ പ്രയോജനപ്പെടുത്തേണ്ടതുമായ ഒരു വിഷയത്തെ കുറിച്ച് മുന്നമേ ഒരു ദൂത് പറഞ്ഞു. ആരുമാണെങ്കിൽ മനസ്സിലായില്ല. ഓ, സമയം തീരാറായി, അതുകൊണ്ടാവും ഇപ്പോഴായിരിക്കും മനസ്സിലായത്. നിങ്ങളുടെ മൗനം എന്താണെന്ന് ഞാൻ ക്ലോക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. സ്തോത്രം. പാർട്ടി അവസാനിപ്പിക്കട്ടോ? ഞാൻ അതിന് റെഡിയാ. എനിക്ക് പ്രസംഗിക്കുക 2000-ഓളം സഭകൾ കേരളത്തിൽ തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 2000-ഓളം സഭകൾ, വലിയ വലിയ സഭകൾ, അസംബ്ലീസിന്റെ ഹെഡ് മീറ്റിങ്ങുകൾ ഒത്തിരി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. IPC ഹെബ്രോണിൽ ഞാൻ ധാരാളം പ്രസംഗം ചെയ്തിട്ടുണ്ട്. ചർച്ച ബോർഡിന്റെ ഹെഡിൽ ഞാൻ അനേകം പ്രസംഗം ചെയ്തിട്ടുണ്ട്. കൊച്ചു സഭയിലും വലിയ സഭയിലും ഒക്കെ പോയി പ്രസംഗിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അപ്പൊ ആദ്യം ശക്തി ലഭിക്കുന്നതിന് മുമ്പ് എന്തോ വരണം? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. അപ്പൊ ആത്മാവ് വന്നാൽ ഉടനെ എന്തോ ഉണ്ടാവണം? നോക്കുണ്ടോ? ഉണ്ടോ? ഒരിക്കൽ ശക്തി പ്രാപിച്ച ജനമേ, ഒരിക്കൽ അഭിഷിക്തരായി തീർന്ന വാസ്ത്രേ, വിശ്വാസി, ഇന്ന് പകൽക്കാലം നിന്റെ മുഖത്തറിയാം നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടത്. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടത്. ഇന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കാണ്. തിരിച്ചു പിടിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ കാണണം. വീട്ടിലെ സാധനങ്ങൾ തീരുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലോ മാർക്കറ്റുകളിലോ ഒക്കെ പോകുമ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പോകും, വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് വാങ്ങത്തില്ലേ? ഇല്ലേ? അതുപോലെ നമ്മുടെ ആത്മീയ ഭവനത്തിന് വേണ്ടത് രാവിലെ ലിസ്റ്റ് കൊണ്ടുവന്നവരുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിനെ കുറിച്ച് വാഞ്ചയോടെ വന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്ന് ഒരു അധികാര കൈമാറ്റ ദിവസമാണ്.
ചില അധികാരങ്ങൾ കൈമാറാൻ പോവുകയാണ്. ശുശ്രൂഷിച്ച് പീഡിച്ചവരെ, ശുശ്രൂഷിച്ച് പരാജയപ്പെട്ടവരെ ഇന്നൊരു അധികാര കൈമാറ്റം. ആരാധിച്ച് മടുത്തവരെ ഒരു ആരാധനയുടെ പുതുക്കം. ഈ പകൽക്കാലം ഇതുവരെ പറയാത്ത, അന്യ ഭാഷകളിൽ ഇതുവരെ പ്രാപിക്കാത്ത ശക്തി ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ആ പകുതിക്ക് താഴെ ഇരിക്കുന്ന സഹോദരിമാർക്ക് ടാറ്റ പറയുന്നേ ഉള്ളൂ, അനങ്ങുന്നില്ല അവരാ. സ്തോത്രം. സഹോദരന്മാരിലും ഉണ്ട്. നാം ഒന്നിച്ചവന്റെ നാമത്തെ, നിങ്ങൾ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്താൻ. അവനെ ഉയർത്തിയാൽ അവൻ നിന്നെ ഉയർത്തും. അവൻ ഉയർത്തപ്പെട്ടാൽ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തെ സ്വപ്നം. അടഞ്ഞുപോയ അധ്യായങ്ങൾ, അടഞ്ഞുപോയ വാതിലുകൾ, ശത്രു ചില വാഗ്ദത്തങ്ങളെ വലിച്ചടച്ചു. ഈ പകൽക്കാലം നിന്റെ വലിച്ചടയപ്പെട്ട വാതിലുകൾ, ഈ പകൽക്കാലം ബലവാനായ ദൈവം വലിച്ചു മുടക്കാൻ പോവുകയാണ്. അത് ശുശ്രൂഷയുടെ വാതിൽ, അത് വെളിപ്പാടുകളുടെ വാതിൽ, അത് പ്രവചനത്തിന്റെ വാതിൽ, അത് വിവേചനത്തിന്റെ വാതിൽ, അത് ജോലിയുടെ വാതിൽ, അത് വീടിന്റെ വാതിൽ. നഷ്ടപ്പെട്ട വാതിലുകൾ, അടയപ്പെട്ട വാതിലുകൾ ഈ പൽക്കാലം ദൈവാത്മാവ് വലിച്ചു കൊടുക്കുകയാണ്. ദൈവമേ, ജനത്തിന്റെ അടയപ്പെട്ട വഴികളെ ഇന്ന് ദൈവം തുറക്കരുതേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വഴികളെ അടച്ച് പോരാടുന്ന, വഴിയടച്ച് പോരാടുന്ന, ആത്മാക്കളുടെ വരവിനെ തടയുന്ന, വഴിയടച്ച് പോരാടുന്ന എല്ലാ ദേശാന്തര പോരുകൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഫൈബ്രോയിഡുകൾ ഉദരത്തിൽ വളർന്നു വരുന്ന ചില മുഴകൾ, ചില ഫൈബ്രോയിഡുകൾ ഇപ്പോൾ സൗഖ്യമാകും. ഇപ്പോൾ സൗഖ്യം. വിശ്വസിച്ചാൽ നീ വിടുതലോടെ പോകാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ശക്തി അഭിഷേകം ചെയ്യുന്നതും ശക്തി പകരുന്നതും ആരാ? ദൈവമാ. കണ്ടോ, അത് അവർക്ക് കൊടുക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അത് വന്നു കഴിഞ്ഞാൽ, വന്നില്ല ഇതുവരെ, ശിഷ്യന്മാരോട് പറയുമ്പോൾ വന്നിട്ടില്ല, അതിനു മുമ്പേ വന്നു കഴിഞ്ഞാൽ പാലിക്കേണ്ട കാര്യങ്ങൾ വരുന്നതിന് മുമ്പേ പറയുക. അതാ ദൈവത്തിന്റെ വാഗ്ദത്തം. അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. അന്ന് പിള്ളേരില്ല. ഇത് നമ്മുടെ ദൈവമല്ലേ ഇത്? സഹോദരി, നമ്മുടെ ദൈവമല്ലേ ഇത്? അബ്രഹാമിന് സന്തതി ജനിക്കുന്നതിന് മുമ്പേ അതിനുവേണ്ടി കരുതിയോ ദൈവം, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. ഞാൻ ഇത്ര പ്രായമായി, എന്റെ കുഞ്ഞിന്റെ ഒരു നന്മ കാണാൻ എനിക്ക് ഭാഗ്യമില്ലയോ എന്ന് ചോദിക്കുന്ന മാതാവേ, നിന്റെ കുഞ്ഞിന്റെ നന്മ കണ്ടേ നീ മരിക്കും. പിതാവേ, നിന്റെ കുഞ്ഞായിരിക്കുന്ന സ്ഥലത്ത് നീ പോയി കണ്ടേ മരിക്കും. എന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. നമ്മൾ ഉഴപ്പരുത്, മുൻവിധിയോടുകൂടി ഇരിക്കരുത്, കണക്ക് കൂട്ടിയോടെ ഇരിക്കരുത്, വിമർശനത്തോടുകൂടി ഇരിക്കരുത്, വിശ്വാസത്തോടെ ഇരിക്കാൻ. ദൈവം നിന്നെ അതിൽ ശക്തമാക്കാൻ പോവുകയാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ഒന്ന്, യെരുശലേമിലും യഹൂദയിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും. നമുക്ക് ഈ ഭൂമിയുടെ അറ്റത്ത് സാക്ഷ്യം പറയാൻ പോകാനാണ് നമുക്കും ഇഷ്ടം. എനിക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടിയാണ്. അത് ഒടുക്കമാ പറഞ്ഞേക്കുന്നത്. പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, യെരുശലേം ഇംഗ്ലീഷ് ശരി, അതിനകത്ത് USA ഉണ്ട് വാർത്തയിൽ. വളരെ വില്ലനല്ലേ, ഓർത്ത് നോക്കി. ഞാനും സത്യത്തിന് അത്യാരും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനും യെരുശലേം നിന്ന് ഓർത്ത് നോക്കിയപ്പോൾ USA അതിനകത്തുണ്ട്. യെരുശലേം നിന്റെ വീട്ടിൽ ചെന്നേ ഇംഗ്ലീഷ് ഒന്ന് എഴുതി നോക്കി, അതിനകത്ത് USA ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലയോ. ചിലർക്ക് സമയമാണ്. ഇനി എന്തോ തട്ട് തളിപ്പൊളിച്ചെന്ന് പറഞ്ഞാലും എന്തോ അത്ഭുതം നടന്നു പറഞ്ഞാലും സമയത്തിന് പോകണം. കാരണം അവർക്ക് വയറ്റിൽ എരിച്ചിലുണ്ട്, ഷുഗറുണ്ട്. 1 മണിക്ക് കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോവും. ഇല്ല, എന്ന് നീ 1 മണിക്കും 2 മണിക്കും കഴിച്ചില്ലെങ്കിൽ, നീ ഇവിടെ മയങ്ങി വീഴുമെങ്കിൽ, നീ ഇവിടെ മരിച്ചു വീഴുമെങ്കിൽ, നിന്നെ ഉയർപ്പിക്കാൻ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ ഇരിക്കാൻ. നീ മരിക്കാനുള്ളവനല്ല, നീ ജീവിക്കാനുള്ളവനാ. നിന്നെ കൊണ്ടുപോകാൻ വന്നത് ഇതൊന്നുമല്ല, ദൂതന്മാരാ. ചിലങ്ങനെ ഗതികേട് പറയും, എന്നെ കൊണ്ടുപോകാൻ വന്നതായി. പറയല്ലേ ഇനി അങ്ങനെ പറയല്ലേ. നിന്നെ കൊണ്ട് ദൂതന്മാരാ വരണ്ടേ. 4 സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പോൾ അഭിഷേകവും ശക്തിയും ദൈവം നൽകുന്നത് 4 സ്ഥാനത്തെ പറഞ്ഞേച്ച. ഇനിയും ആ വാക്യം ഒന്നുകൂടെ വായിക്കണം. ഈ 4 സ്ഥാനവും വിട്ടേച്ച് വായിക്കണം. വായിച്ചോ, ധൈര്യത്തോട് വായിച്ചോ. സ്വത്രം ഉത്തരവാദിത്വം മനസ്സിലായോ? അഭിഷേകം പ്രാപിച്ചവരുടെ ഉത്തരവാദിത്വം മനസ്സിലായോ? നിങ്ങൾ അഭിഷേകം പ്രാപിച്ച് ശക്തരായെങ്കിൽ നിങ്ങൾ സാക്ഷികളാകണം. ഇതുവരെ ഒരൊറ്റ വ്യക്തികളോട് യേശുവിനെ കുറിച്ച് പറയാത്ത പുള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരുടെ പ്രാർത്ഥന കേട്ടാലോ, അയ്യോ, ആ കുഞ്ഞിന്റെ തലമുടി, കുഞ്ഞിന്റെ നഖം, കുഞ്ഞിന്റെ മോഹം, വസ്ത്രത്തിന്റെ വെളുപ്പ്, പ്രാർത്ഥിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയാ. കുഞ്ഞെ ഒറ്റ വാക്ക് പറ, എന്റെ കുഞ്ഞിന് സൗഖ്യമില്ല. സ്കാൻ ചെയ്ത ഡോക്ടർക്ക് ചിലത് അറിയൂ, എന്റെ കർത്താവിന് അത് വേണ്ട. അവൻ നോക്കിയാലെല്ലാം അറിയാം. അവനോട് നീ വിശദീകരിക്കണ്ട. ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ അത് ഉപദേശിമാർക്കും വിശ്വാസികൾക്കും നല്ലതല്ല. ഉമ്മമായി വരുന്ന ഒരു ഭാര്യ ജയിലുമില്ലാതങ്ങ് വിശദീകരിക്കുക. എന്തിനാ അത്രയും വിശദീകരണം പറയുന്നത്? കർത്താവ് പൊട്ടനാണോ? കർത്താവിന് കണ്ണ് കാണത്തില്ലയോ? ഗ്രഹിക്കാൻ കഴിയത്തില്ലേ? ലോകത്തിൽ 840 കോടി ജനങ്ങളുണ്ടെന്നാ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 840 കോടി ജനങ്ങളുടെയും മനോനിരൂപണം ഒരു സെക്കൻഡിൽ അറിയാൻ കഴിയുന്നവരാണ് നമ്മുടെ ദൈവം. നീ നിന്റെ വീടിന്റെ മൂലക്കിരുന്ന് ഞരങ്ങുമ്പോൾ 10 ദൈവമക്കൾ വന്നാൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഹോളില്ലല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുമ്പോൾ നിന്റെ ഞരക്കം കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്നെ തീരുമാനിച്ചോ? അതാ എനിക്കറിയുന്നത്. തീരുമാനിച്ചില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് വേണ്ട, പിന്നെ ഞാൻ പ്രസംഗിക്കുന്നതിന്. ശക്തി ലഭിച്ചിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ശക്തി പ്രാപിച്ച ദൈവമക്കൾ എന്ത് ചെയ്യണം? സാക്ഷികളാകണം. അവിടെ പറഞ്ഞു അവസാനിപ്പിച്ച് നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്നാണോ? ആകും. ഉണ്ടോ? കൺഫേംഡ് ആണ്. നീ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ആരാ? പിന്നെ പറഞ്ഞാ പോരായോ?
പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പോഴും ആ തള്ളി പറയുന്നതിനകത്ത് യേശുവിന്റെ സാക്ഷ്യമുണ്ട്. അതല്ലേ ഒരു സഹോദരി പറഞ്ഞത്, എന്റെ ഉച്ചാരണം അത് വെളിവാക്കുന്നു. മനസ്സിലായില്ല? വചനം വായിക്കണം കുത്തിയിരുന്ന്. നിന്റെ ഉച്ചാരണം, അത് നമ്മുടെ ശബ്ദത്തിലൂടെ യേശു വെളിപ്പെടണം. നമ്മുടെ വാക്കുകളിൽ യേശു വരണം. നമ്മുടെ നോട്ടത്തിൽ യേശുവിന്റെ ആത്മീയം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വേഗം അവസാനിപ്പിക്കാൻ പോവാ. ഉള്ള സമയം നിങ്ങൾ പിന്നെ വിശന്ന് ദാഹിച്ചൊന്നും ഇവിടെ ഇരിക്കണ്ട. നിങ്ങൾക്ക് ഈ ഭൗതിക കാര്യങ്ങളുടെ വ്യാകുലം വരുമ്പോഴാ ക്ഷീണവും കോട്ടുവായും. ഞാൻ മുമ്പേ പുറയിലോട്ട് നോക്കിയപ്പോ ഒരാള്, ഞാൻ ഓർത്ത് എന്നോട് ഇരിക്കാൻ പറഞ്ഞായിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ എന്നോട് ഇരിക്കാൻ പറയാൻ അത്രയും ധൈര്യമോ. പിന്നെ ഞാൻ നോക്കിപ്പോ പാവം ഇതൊന്നും അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, പാവം ഉറങ്ങുവാ കേട്ടോ. സ്തോത്രം. അങ്ങനെ തലയാറ്റിയാലത് ഞാൻ ഇരിക്കുന്നത് ഇതല്ല. ഞാൻ എന്റെ ലക്ഷ്യം ഒരു പ്രസംഗം ചെയ്തു, ഉച്ചയ്ക്ക് ചാപ്പാടും കഴിച്ച്, അല്ലെങ്കിൽ വൈകിട്ട് ചാപ്പാടും കഴിച്ച്, അല്ലെങ്കിൽ വണ്ടിക്കൂലി വാങ്ങിച്ച് പോകുന്ന പ്രകൃതമല്ല എനിക്കുള്ളത്. ഞാനിവിടെ ഇത്രയും ദൂരം വന്നെങ്കിൽ എനിക്കൊരു ഭൗതിക പ്രതീക്ഷയിലല്ല വന്നത്. ഒരു ജീവിതം വിടുവിക്കപ്പെട്ട, ഒരു ജീവിതമെങ്കിലും വിടുവിക്കപ്പെട്ട ഞാൻ വന്നത് ധന്യമായി. എനിക്കതാണ് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഈ മരുന്നുകൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടാത്ത ചില രോഗങ്ങളുണ്ട്. ആസ്മ, അലർജി, തുമ്മൽ, മൂക്കൊലിപ്പ്, ചൊറിഞ്ഞു പൊട്ടുക, അവിടെ ഇവിടെയൊക്കെ ചൊറിഞ്ഞു പൊട്ടുക, എങ്ങനെ പറമ്പിടുക, അത് പലയിടത്തെയും ബാധിക്കുന്നു. ഇങ്ങനെയുള്ള രോഗമുള്ളവർ ഈ ഉച്ചയ്ക്ക് സെഷൻ കഴിയുമ്പോൾ ഇവിടെ നിരയായിട്ട് വന്ന് നിൽക്കണം. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാകുന്ന കാണാം. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നത് കാണാം. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ അലർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. അതൊരു രോഗമല്ല, അതൊരു രോഗബന്ധനമാണ്. അത് ഞാൻ അന്നേരം വരുമ്പോൾ ഞാൻ പറയാം അതെന്തുവാന്നുള്ളത്. എൻ്റെ തുടക്കം ഒടുക്കമൊക്കെ പറയാം. ഇപ്പം പറയാൻ സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. വേഗം ഞാൻ ഒരു ഭാഗം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. തീരുമാനിച്ചോ? തീരുമാനിച്ചോ? ഒരു ദിവസം ഒരാളോട് യേശുവിനെ കുറിച്ച് പറ. തീരുമാനിച്ചോ? ദൈവം ഒരുക്കി തരും. നീ ആരോട് പറയണോ ദൈവം ആ മുഖാന്തരം ഒരുക്കിക്കൊണ്ട് വന്നോളും. നീ വിഷമിക്കണ്ട. അവൻ സാക്ഷികളാകും. അപ്പൊ നമ്മൾ എന്നെ സാക്ഷിയാക്കണമേ, ഞാൻ അതിന് തയ്യാർ. യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. നമ്മുടെ പൂർവ്വദിനങ്ങൾ വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 12 ചീട്ടുകൾ എനിക്കറിയാം. ആ ചീട്ട് എന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ പവിത്ര വചനമേന്തുവാൻ എന്നോട് കരുണ കാണിച്ച ദൈവം എത്ര ശ്രേഷ്ഠനാണെന്ന് ഓർത്തേ. ആദിമസഭ എന്ന് പറയുമ്പോൾ നമ്മ അക്ഷരത്തെ തന്നെ തുടങ്ങാം. മർക്കോസിന്റെ ബാണിയിൽ എത്ര പേര് കൂടി വന്നു? 120 പേര് കൂടി വന്നെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയുമുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? ശിഷ്യന്മാരിൽ 11 പേരുണ്ട്. യൂദാ പൈസയുടെ പുറകെ അങ്ങ് പോയല്ലോ. തൂങ്ങി ചത്തില്ലെങ്കിലും പൈസ ദ്രവ്യാഗ്രഹികളായ ആളുകൾ ഇന്നും വിശ്വാസബോധത്തിലുണ്ട്. ചത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ ആരും ഇല്ലയോ? പിന്നെ തിരിപ്പുണ്ടാ സൈസ്. അവർ ആത്മീയത്തിൽ ചത്തുകൊണ്ടിരിക്കുക. ചില പൈസ എണ്ണി വെച്ചേച്ച് 1784. ഇതിന്റെ ഒരു 16 രൂപ ഇവിടെ എടുക്കാനുണ്ടോ? 2000 രൂപയ്ക്ക് വെക്കാനാ. അന്നേരം ഭാര്യ പറഞ്ഞു, ചാട്ടൻ മീൻ വന്നു, മീൻ വാങ്ങി. ഞാൻ എടുക്കത്തില്ല. നീ വീണ് പ്രാണേ വിട്ടാൽ ഇതാരാ കൊണ്ടു? ഇത് മൊത്തം അവക്കായില്ല. എന്തോ ഇതൊന്നും ഞാൻ ചുമ്മാ പറയുമല്ലെന്ന്.
ആ ഇനം ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. അതാണ് നിനക്ക് അഭിഷേകം പ്രാപിക്കാൻ തടസ്സം. നിന്റെ ദുഷ്ട ചിന്താഗതികൾ ഒന്ന് മാറാമോ? വിലപ്പെട്ടത് അഭിഷേകമാ, കൃപാവരങ്ങളാ, അതോടുകൂടെ സകല നന്മയുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 170 പേർ കൂടി ഇന്ന് ആരാധിക്കുക. 12 അപ്പോസ്തലന്മാരും ഉണ്ടല്ലോ. അതിൽ യൂദയ്ക്ക് പകരം ഒരുത്തരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പുതിയ നിയമസഭയിലെ അധ്യക്ഷനെ എങ്ങനെ തിരഞ്ഞെടുക്കാവുന്ന ഒരു പുസ്തകം. ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നുമല്ല വചനത്തില്. ഈ കാണിക്കുന്ന ആ രീതികളൊന്നും വചനത്തിലില്ല. അത് തനി പൈശാചികമാണതെല്ലാം. ഞാൻ എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പുതിയ നിയമസഭയിൽ എങ്ങനെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാം. സ്തോത്രം. അതൊന്നും വാങ്ങിക്കാനും വായിക്കാനും ആരും കാണത്തില്ല. എന്റെ തൊണ്ട കീറുന്നേ ഉള്ളത് എനിക്കറിയാം. അതേസമയം വണ്ടി അവിടെ നിർത്തി 2.5 കിലോ മത്തി 100 രൂപ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് മൊത്തം വാങ്ങിക്കും. അച്ഛാ ഒരു 100 രൂപ ചോന്നി, പാസ്ത ഒരു 100 രൂപ ചോന്നി. എന്തിനാ? നിന്റെ വീട്ടിൽ അമൂല്യ നിധി പോലെ ഇരിക്കേണ്ട ഈടുറ്റ പുസ്തകങ്ങളായത്. ഒരെണ്ണം എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതിന്റെ പേരെന്താണെന്നറിയാമോ? ബൈബിളിലെ ആത്മീക മർമ്മങ്ങൾ. ഇങ്ങനൊരു പുസ്തകം ഇന്ന് വരെ പെന്തക്കോസ് കോളത്തിൽ നിന്നല്ല, ക്രൈസ്തവ കോളത്തിൽ ഇറങ്ങിയിട്ടില്ല. എന്തോ അതിനകത്തെ ഉള്ളടക്കം ഒരിടം പറയാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്തോ ഉണ്ടായി? വെളിച്ചത്തിന് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു? ഇരുളങ്ങനെ ഉണ്ടായി പോയി. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഭൂമിയിൽ ആദ്യമായി ഇരുൾ ഉണ്ടായതെങ്ങനെ, ഭൂമി എങ്ങനെ പാഴായി, ഭൂമി എങ്ങനെ ശൂന്യമായി. വെളിപ്പാട് പുസ്തകത്തിലെ വൃക്ഷങ്ങൾ എന്താണ്, നമുക്ക് പഴങ്ങൾ തിന്നാൻ കിട്ടുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെന്താണ് ആ പഴം, എന്താണ് ആ വൃക്ഷം ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതും വചനാടിസ്ഥാനത്തിൽ. അവിടെ നിൽക്കട്ടെ. ഉറങ്ങല്ലേ? ഞാൻ നിർത്താം പ്ലീസ്. ദൈവത്തിന് സ്വന്തം. എനിക്ക് ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഉറക്കം വരും. അതാ വേറെ കുഴപ്പം. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഉറങ്ങുമ്പോണല്ലോ ഞാൻ ഉറങ്ങിപ്പോയി ഉള്ള ഗതികേട് നിങ്ങളൊന്ന് ഓർത്ത്. അയ്യോ സ്തോത്രം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഈ 120 പേര് കൂടിയിരിക്കുമ്പോൾ അവരിൽ 12 അപ്പോസ്തലന്മാർ ഉണ്ട്. അവർക്ക് അവരുടെ എല്ലാ ഭാര്യമാരും ഉണ്ട്. ഉപദേശിമാരുടെ സംശയം തീർത്തോണേ, ഉപദേശിമാരുടെ സംശയം തീർത്തോണേ, വിശ്വാസികളുടെ സംശയം തീർത്തോണേ. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വിഷയം ഞാൻ എടുത്ത് പ്രസംഗിച്ചാൽ വചനത്തിൽ നിന്ന് തെളിയിക്കാനും സംശയരീത വാക്കിട്ടുള്ളതേ പറയത്തുള്ളൂ. 12 അപ്പോസ്തലന്മാരും വിവാഹിതരായിരുന്നു. ഓരോരുത്തരുടെ ആത്മാവ് പോയി, സകല മൗനമായി പോയി. ഞാൻ തെളിയിച്ചു തരാം, ഇപ്പോഴല്ല. ഇതറിയണമെന്നുള്ളൊരു ആശീർവാദം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കണം. ഞാൻ വെള്ളം പോലും കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞ വിഷയത്തിന് ഉത്തരവാദി ഞാനാ. ദൈവത്തിന് സ്തോത്രം. 12 പേരും വിവാഹിതരായിരുന്നു. അത് ഇപ്പോൾ വിഷയം വയ്ക്കുന്നില്ലെന്നുകൊണ്ട് അങ്ങോട്ട് വിടുക. അവർ 12 പേരും അവരുടെ ഭാര്യമാർ. അതിലവിടെ എഴുതിയേക്കുന്നത് ഈ അപ്പോസ്തലരുടെ പേര് പറഞ്ഞിട്ട് ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവിടെ കൂടിയിരുന്നു. അവിടെ കൂടിയിരുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ, ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളെല്ലാം ഉപദേശിമാരെല്ലാം തകർത്ത് പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വായിച്ചു. പിന്നെ രണ്ടിന്റെ ഒന്ന്. യെസ്. ഏത് ദിവസമാ? പുതിയ നിയമസഭയല്ല. അബദ്ധം പറ്റിപ്പോലും പുതിയ നിയമസഭയ്ക്ക് ബന്ധുക്ക സഭ എന്ന് പറയരുത്. എല്ലാ ഉപദേശിമാരും എന്നെ തെറിച്ചു നോക്കുക. എന്റെ പൊന്നു ദൈവദാസന്മാരെ, പെന്തക്കോസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 50. അതെ, യഹൂദന്മാരുടെ ആദ്യവലക്കത്തിക്ക് ശേഷമുള്ള
വാരോത്സവ പെരുന്നാളാണ്. യഹൂദന്മാര് ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത്. കളിയാക്കി വിളിച്ചതാണ് പെന്തക്കോസ്ത് സഭയെന്ന്. സ്തോത്രം. മുമ്പേ പള്ളിയില്ലെന്ന് പറഞ്ഞു. അതെല്ലാം നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം. നിങ്ങൾ വീട്ടിൽ പോയില്ലേ ഇവിടെ ഇരിക്കുക. വൈകിട്ട് യോഗം കഴിഞ്ഞിട്ട് പോവാം. ഞാൻ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവാം. വചനത്തിൽ നിന്ന് മാത്രം. അപ്പൊ പെന്തക്കോസ്താൾ വന്നു. യഹൂദന്മാരുടെ പെരുന്നാൾ ദിവസം വന്നു. ആ ദിവസമാണ് ഇവരെവിടെ കൂടിയത്. പെരുന്നാളിന് കൂടിയതല്ലെന്ന്. അത് കൂടുന്ന ദൈവാലയത്തിലാ. ഇത് മർക്കോസിന്റെ വീട്ടിൽ പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇന്നിരിക്കുന്ന പോലെ പ്രസംഗിക്കുന്ന പത്രോസും കേൾക്കുന്ന വിശ്വാസികളും ഒന്നിച്ചിരുന്നു. ഇന്ന് തിരശീല കൊണ്ട് പുരോഹിതനെയും വിശ്വാസികളെയും രണ്ടായിട്ട് തിരിക്കുന്ന ഒരു പള്ളിയിലാണ് പോകുന്നതെങ്കിൽ ക്രിസ്തു മരിച്ചില്ലെന്നാണ് അതിന്റെ അർത്ഥം. നീ പഴയ നിയമത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. യേശുവിന്റെ മരണത്തോടുകൂടെ തിരശീല ചുറ്റി അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതാണ് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഒന്നിച്ചിരുന്നു. അടുത്തത് പെട്ടെന്ന് വായിച്ചു വിട്ടോ, നിർത്താൻ പോവാ. ഈ വചനം നിങ്ങൾ ഈ മൗനമായിരിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഒരുക്കമുള്ളവരല്ല. കാരണം ഈ വചനം എടുത്താൽ എന്റെ ചങ്ക് പൊളരുകയുള്ളൂ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ഒരു അഭിഷേകത്തിന്റെ മുഴക്കം, സൗഖ്യത്തിന്റെ മുഴക്കം, കെട്ടുകൾ അഴിയുന്ന മുഴക്കം ഈ പകൽക്കാലം ദൈവാത്മാവ് കേൾപ്പിക്കുന്നു. കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ചെറിയ കാറ്റല്ല, ഒരു വലിയ അഭിഷേകത്തിന്റെ മുഴക്കം. ഈ പകൽക്കാലം ചിലരെ ഈ അഭിഷേകത്തിലേക്ക് ദൈവം നയിക്കാൻ പോകുന്നു. ഇതിനകത്ത് പ്രവചിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, വെളിപ്പാട് പറയുന്നവർ എഴുന്നേൽക്കട്ടെ. കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം. ചിലർ ഇരിപ്പ് കണ്ടാൽ തോന്നും, പാസ്റ്റർ എത്രയോ കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇത് വായിക്കുക, ഇതൊന്നും പുതിയ കാര്യമൊന്നും അല്ല. സ്തോത്രം. വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ ചെന്നപ്പോൾ എന്നോട് സഹോദരൻ പറഞ്ഞു, പാസ്റ്റേ അബ്രഹാമിനെ കുറിച്ചും മോശയെ കുറിച്ചും ദാവീദിനെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും ഏലീസയെ കുറിച്ചും ഒന്നും ഇവിടെ പ്രസംഗിക്കല്ലേ. ഞങ്ങൾ കേട്ട് വന്നവരെല്ലാം ഇത് കേട്ട് ഞങ്ങൾ മടുത്തു. ഇതുവരെ ഞങ്ങൾ കേൾക്കാത്ത പുതിയ താരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അവതരിപ്പിച്ചാൽ കൊള്ളാവും എന്ന് പറഞ്ഞ പോലെ ഉപദേശിമാരൊക്കെ ഈ അഭിഷേകത്തെ കുറിച്ച് പ്രസംഗിച്ച് അഭിഷേകം നഷ്ടപ്പെട്ടവരാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു കാറ്റടിക്കുന്ന ശബ്ദം എവിടുന്നാ വരുന്നത്? എന്താണ് ഈ മുഴക്കം? കോടാനുകോടി മൈലുകൾക്കപ്പുറത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്റെ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മേൽ ഒരു പകർച്ച വന്ന ശബ്ദം. മേഘപാളികളെ കീറി അനേക ഗോളങ്ങളെ താണ്ടി ഈ ശക്തി അവരുടെ മേൽ പകർന്നു. പോരാ, എനിക്ക് തോന്നി ആദ്യം എഴുന്നേറ്റ് പ്രസംഗിക്കേണ്ടതായിരുന്നു ഈ വചനം. ഇത്ര ക്ഷീണം വരത്തില്ലായിരുന്നു. സ്തോത്രം. ആദ്യം ഈ വിഷയം പ്രസംഗിച്ചേച്ച് അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് നല്ലതായിരുന്നു. ഒരു മുഴക്കം ഞാൻ കേൾക്കുന്നു, ഒരു അഭിഷേകത്തിന്റെ മുഴക്കം, ഒരു ശക്തിയുടെ മുഴക്കം, പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരുടെ വ്യാപരിക്കുന്ന ഒരു മുഴക്കം. ഒരു മുഴക്കം ഞാൻ കേൾക്കുന്നു. ആവശ്യമുള്ളവർക്ക് വേണ്ടി നിന്റെ കെട്ടുകൾ അഴിക്കുന്ന മുഴക്കം, അത് പൊട്ടുന്ന ശബ്ദം, ബന്ധനങ്ങൾ അഴിയുന്ന ശബ്ദം, വാതിലുകൾ തുറക്കുന്ന ശബ്ദം, വഴി തുറക്കുന്ന ശബ്ദം. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ.
ഒരു വലിയ മുഴക്കം, വലിയ മുഴക്കം ഉണ്ടാകട്ടെ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. യമുന, ഹർക്ക, ധനാധികസ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു മുഴക്കം, കൊടിയ കാറ്റ്, ചെറിയ കാറ്റല്ല, മംഗളവാരിലല്ല, ശീലക്കാറ്റല്ല, കൊടിയ കാറ്റ് അടിക്കുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കും. മുഴക്കമുണ്ടായി. യെസ്, ഞാനേ സ്വന്തം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. സ്തോത്രം. ഇനി 1:30 10 മിനിറ്റ് ഉണ്ട്. ഞാൻ 2 മണിയാണ് ഉദ്ദേശിച്ചത്, എങ്കിലും അത്രയും പോകുന്നില്ല. കാരണം നിങ്ങൾ ക്ഷീണിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ 1:30 ഇരിക്കാം. സന്തോഷമായിട്ടിരിക്കണേ. 10 മിനിറ്റേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആദിമസഭ, ദൈവത്തിന് സ്തോത്രം. പലരും പോവുക അല്ലേ? ഓക്കെ, അവർക്ക് അത്യാവശ്യക്കാരായിരിക്കും. ഇപ്പൊ പോകേണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇനി ആരും ഇറങ്ങരുത്, ഇനി ആരും ഇറങ്ങരുത്. ഓക്കെ, ഇടയ്ക്ക് ആരും ഇറങ്ങരുത്. ദൈവത്തിന് അലങ്കോലപ്പെടുത്തരുത്. ഞാനൊരു ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വരിക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ടെന്റെ സാക്ഷികളാകും. ഇതുവരെയും അവരാരും എന്തായില്ല? സാക്ഷികളായില്ല. അഭിഷേകം അവരുടെ മേൽ വന്നു. കർത്താവ് ഉദ്ദേശിച്ചത് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും, ശമരിയിലും, ശമരി എന്ന് പറഞ്ഞാൽ ജാതികളുടെ ശമരിയ, ഇസ്രായേലിന്റെ ശമരിയല്ല, ജാതികളുടെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. ഇതാണ് അവരെ കുറിച്ചുള്ള പദ്ധതി. പക്ഷേ ഈ അഭിഷേകമെല്ലാം കിട്ടി. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവര് കുലുങ്ങിയില്ല, നമ്മളെ പോലുള്ളവരില്ലേ അവരും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞത് ഒരു മർമ്മമാ. അവര് കുലുങ്ങാതിരിക്കുമ്പോൾ അവര് വാസ്തവത്തിൽ അഭിഷേകം അവരുടെ മേൽ പകർന്നാ മതി. പോരെ? കെട്ടിടത്തിൻ്റെ അഭിഷേകം. ഇവര് കുലുങ്ങത്തില്ലെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഇവര് കുലുങ്ങുമെന്നറിയാൻ അവർ ഇരുന്നിരുന്ന അടിസ്ഥാനത്തെ കുലുക്കിയപ്പോൾ അവർ കുലുങ്ങി. ഈ പകൽക്കാലം ദൈവം നിന്നെ ചില അടിസ്ഥാനത്തെ തൊട്ടാ ചലിപ്പിക്കുന്നേ. നീ ഒന്ന് അനങ്ങുമെന്നറിയണമല്ലോ. എത്ര അഭിഷേകം പ്രാപിച്ചാലും, ആരെല്ലാം വന്ന് എന്തെല്ലാം പറഞ്ഞാലും, ആത്മാവിൽ നൃത്തം ചെയ്താലും ഒരു സഭയിൽ അനങ്ങാത്ത ഒരു സഹോദരനുണ്ട്. ഒരു സഹോദരി പറഞ്ഞു, ഒരു സഹോദരി എനിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാള് ആ സഭയിലുണ്ടായിരുന്നു പറഞ്ഞു. ആ സഹോദരി എന്നോട് പറയുക, ഒരു പടക്കം കത്തിച്ച് അദ്ദേഹത്തിന് കസേരയുടെ കീഴിലോട്ടിടണം. എന്ത് ചെയ്യും? അപ്പൊ അനങ്ങും. പടക്കം പൊട്ടാതിരിക്കുവാണോ? നിന്റെ കുടുംബത്തിൽ പടക്കം പൊട്ടിക്കാൻ ശത്രു നോക്കിയപ്പോൾ മുമ്പേ വെളിപ്പാട് പറഞ്ഞു, അത് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരിക്കവന്റെ വീട്ടിലത് പൊട്ടും. നിന്നെ ഇവിടെ പാർപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും താമസത്തിനും നിന്റെ കുഞ്ഞുങ്ങളുടെ വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ചില വ്യക്തികളെ ദൈവം നിന്നെ അല്ല പറിക്കാൻ പോകുന്നത്, ദൈവ ചെറുതിനെ പറിച്ചു മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞിട്ടൊരു അല്പസമയം ആരാധിക്കാമെന്നുണ്ടായിരുന്നു. ഈ ഉച്ചയ്ക്ക് സെക്ഷൻ അങ്ങ് വിടുക, കാരണം സമയം പോയി നിങ്ങളായതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എവിടെ വരെയായി? ആരും എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയില്ല. സ്തോത്രം. അവർ ഇരുന്നിരുന്ന
സ്ഥലം കുലുങ്ങി. കെട്ടിടമല്ല, കെട്ടിടം കുലുങ്ങി അവരവിടേക്ക് വീഴത്തില്ലയോ? അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? മൊത്തത്തെ ഞാൻ കുലുക്കി. അപ്പോൾ അവരും എന്ത് ചെയ്തു? മനസ്സിലായില്ല? ഞാൻ ഈ മേശപ്പുറത്ത് നിൽക്കുവാന്ന് മേശ കുലുക്കിയാൽ ആരും എന്ത് ചെയ്യും? അപ്പൊ കുലുങ്ങാത്തവരെ കുലുങ്ങാനായിട്ട് ചിലർ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ചില വിഷയത്തെ ദൈവം പിടിച്ചു കുലുക്കും. അപ്പോൾ ചരിക്കും. കുവൈറ്റ് സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ പെന്തക്കോസ്തുകാർ മൊത്തം ഉണർന്നു. എന്തോ ഉണർവായിരുന്നു നേരം. ഞങ്ങളുടെ വീട്ടിൽ എന്തോ തള്ളായിരുന്നു പ്രാർത്ഥനയ്ക്കാള്. എന്റെ മോന്റെ ഒരു കാര്യം അറിഞ്ഞില്ല, മാത്രമേ ഒന്ന് പ്രാർത്ഥി. സ്തോത്രകാഴ്ച പോലും ഇടാതെ വന്ന് ആശാൻ കളിച്ചിരുന്ന പാർട്ടികളാ. അപ്പൊ ദൈവം ഒന്ന് കുലുക്കി. ദൈവം കുലുക്കുന്നതിന് മുമ്പേ നമ്മൾ കുലുക്കിക്കോ. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. കുലുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവര് ചരിച്ചപ്പോൾ വന്ന സംഭവം എന്താണ്? എല്ലാവരും പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിനം കഴിയുന്തോറും കുറയുക. ഓരോ ദിനം കഴിയുന്തോറും ഉള്ളത് കുറയുക. ചില ഉപദേശിമാർക്ക് ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നത് വലിയ വെറുപ്പാണ്. അവർക്ക് ഈ ഒരു ശല്യമാണ്. ആരും അനങ്ങുന്നില്ലല്ലോ, നേരാന്നാ തോന്നുന്നേ. സ്തോത്രം. അഭിഷേകമില്ലാത്ത ഉപദേശിമാരും കാണുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഒന്ന് പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് എന്താ ചെയ്തു? അന്യഭാഷകളിൽ സംസാരിച്ച് മുടങ്ങി എന്നാ ബ്രദറുകാർ പഠിപ്പിക്കുന്നത്. ബ്രദറുകാർ പഠിപ്പിക്കുന്നത് സംസാരിച്ച് മുടങ്ങി, പിന്നെ എന്ത് ചെയ്തിട്ടില്ല. നമുക്ക് അവരോടൊക്കെ എന്തോ പറയാൻ. എന്ത് ഇന്ന് വെള്ളം ഇടാനേ ഉള്ളൂ. ചാപ്പാട് നല്ലപോലെ കഴിക്കും അവർ, വചനം നല്ലപോലെ പഠിപ്പിക്കും, വെള്ളം കുടിക്കത്തില്ല. അത് അവരുടെ കുഴപ്പം. സ്തോത്രം. നല്ലപോലെ ചാപ്പാട് കഴിക്കും, വചനം നല്ല കീറി പഠിപ്പിക്കും, പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആർക്കറിയാം അല്ലേ? ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്ന് തുടങ്ങി അന്യഭാഷ ഇന്ന് വരെ നിന്നിട്ടില്ല. ഇനിയും കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് പോകുമ്പോൾ അന്യഭാഷ തന്നിരിക്കും. പിന്നെ ഇവിടെ അന്യഭാഷ കാണും. പിശാചിന്റെ തട്ടിമുട്ടി വീണ്ടും പണി. തിരശ്ശേരി ചിന്തിയിട്ട് വീണ്ടും പഴയ ഇവിടെ തയ്ച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടെ വീണ്ടും പരിപാടി ഇല്ലായിരുന്നോ? അത് കാണും. അന്നായിരിക്കും ഭയങ്കര ആളല്ലേ. സഹോദര സഹോദരി, കർത്താവിന്റെ വരവിന് ശേഷം നീ ഭൂമിയിൽ കാണരുത്. കണ്ടാൽ നിനക്ക് പിന്നെ മാനസാന്തരത്തിന് അവസരമില്ല. നിത്യ നരകത്തിന് ന്യായവിധിയ. പിന്നീട് അവസരമില്ല. പിന്നെ യഹൂദനും കുറെ ജാതികൾക്കുമേ ഉള്ള അവസരം. മനസ്സിലായോ? ഇല്ല ഇല്ലേ? എന്നാ പഠിച്ചോ. സംശയം ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ ചോദിച്ചോണം. ഞാൻ എടുക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടേ പോകുള്ളൂ. ജ്ഞാനത്തിൽ ഒഴിവുള്ളവരായിരിക്കണം. എല്ലാവരും കൂടി വന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. പക്ഷേ കർത്താവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും സാക്ഷികളാണ്. ഒരെണ്ണം യെരൂശലേം വിട്ടുപോയില്ല. ശ്രദ്ധിച്ചു. ഇനി ആ ഏറ്റവും പ്രധാനമായ കാര്യം പറയുന്നേ, ഒരൊറ്റ എണ്ണം യെരൂശലേം വിട്ട് പുറത്തു പോയില്ല. കാരണം എന്താ? ഒന്നിനും കുറവില്ല. ചാപ്പാടല്ല ഒരിടത്ത്, ആരാധന ഒരിടത്ത്. ഇഷ്ടം പോലെ ചാപ്പാട്, നല്ല ഒന്നാം തരം ഗ്രാൻഡ് ഫുഡ്, ആരാധനയും നല്ല സന്തോഷമല്ലേ. അന്യഭാഷയിലുള്ള ആരാധനയും അത് കഴിയുമ്പോഴുള്ള നല്ല ചാപ്പാട്. എവിടെ പോകാനാ ഇനി? ഉച്ച കഴിഞ്ഞ് ഇവിടെ ചാപ്പാടുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഉച്ചയോട് ഉത്സാഹം കണ്ടേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും നല്ല ഒന്നാം തരം ഫുഡ്. എന്താണെന്നറിയാമോ? ആർക്കും വീട്ടിൽ പോയി കഴിക്കണ്ട. കാരണം എല്ലാവരും നിലങ്ങളും വീടുകളും വസ്തുക്കളും എല്ലാം വിറ്റ് അപ്പോസ്തലന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കുക. അങ്ങനെ ഭക്ഷണം വിളമ്പി വന്ന കൂട്ടത്തിൽ
നോക്കിക്കോണേ, ആദിമ സഭയിൽ കല്ലുകടിച്ചു. യഹൂദന്മാരുടെ വിധവമാരെ പരിഗണിച്ചും യവനന്മാരുടെ വിധവമാരെ അവഗണിച്ചും പോയി. വിളമ്പിയപ്പം കൈക്കഴപ്പം വന്നു കാണിച്ചു. ഇന്നും അങ്ങനെ. കോട്ടയം കഴിയുമ്പോൾ പൊറോട്ട ഇറച്ചി വിളമ്പുക. വിളമ്പി പോയ കൂട്ടത്തിൽ നോക്കിയപ്പോ പെങ്ങടെ മോനായിരിക്കുന്നേ. ആ കറിയുടെ സ്പൂണൊന്ന് താത്തു. എവിടെയോട് താത്തു? കറിക്കകത്തോട് താത്തച്ച് കോരിയിട്ടു. അതിന് എവിടാ ഈ വിളമ്പാൻ ഉത്സാഹമുള്ള ഒരു കൂട്ടരുണ്ട്. സ്വന്തം വീട്ടിൽ കറിക്കകത്തിരുന്ന സ്പൂണ് കണ്ട കുർബാന കൊടുക്കുന്ന സ്പൂണാ. 3 പ്രാവശ്യം കോരിയാലും ഒന്ന് കയറുകയല്ല. ഇന്ന് നിർത്തണം. ഇതിനകത്ത് ഇരിപ്പുണ്ട്. മാസയോഗത്തിന് പോകുമ്പോഴത്തേക്ക് പാത്രം കൂടെ കൊണ്ടുപോകുന്നത്. അതെന്തിനാ? എന്തിനാ പാത്രങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്? വിളമ്പുന്നത് പിശുക്കിക്കൊണ്ട് വീട്ടിൽ പോകാൻ നേരത്ത് കൊണ്ടുപോകാൻ. പൊതുവിൻ്റെതാണ്, ദൈവനാമത്തിലുള്ളതാണ്. ഇത് നിന്റെ കുടുംബത്തിൽ നല്ലതല്ല. അധികമുണ്ടെങ്കിൽ കളയാതെ കൊണ്ടുപോക്കൂ. 47 വർഷമായിട്ടും ഞാൻ അനേകം മാസയോഗങ്ങൾ, കൺവെൻഷനുകൾ, അനേക പൊതു മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അധികം വന്ന ഒരു പീസ് ഇറച്ചിയോ, ഒരു പീസ് മീനോ, അരിയോ, മുളക് പൊടികളോ, ഒരു സാധനം പച്ചക്കറികളോ ഒരൊറ്റ ദിവസം പോലും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. നിങ്ങളെല്ലാം കൂടെ വഴക്കുണ്ടാകാൻ പോണെന്ന് പറഞ്ഞാണ്. ആവശ്യമില്ലാഞ്ഞിട്ടല്ല, വണ്ടിക്കൂലി ഇല്ലാത്ത കാലം. എന്നിട്ടും ഞാൻ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഭയമാ. ദൈവനാമത്തിനുള്ളതൊക്കെ മാന്തി കൊണ്ടുപോയാലുണ്ടല്ലോ, അതിന് രക്തത്തിന്റെ ചൊവയുണ്ട്. ചില വിളമ്പത്തില്ല അങ്ങോട്ട്. മാസയോഗത്തിന് വേണ്ടി 10 കിലോ മീൻ വാങ്ങിച്ചു. സെക്രട്ടറി അന്നേരം 2 കിലോ മീനോടെ വാങ്ങിച്ചു. ആയുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ സഭയുടെ വണ്ടി കാശും പോയി. ഹലോ, ഒരിക്കലും നീ അത് ചെയ്യരുത്. 2-4 കിലോ വാങ്ങിച്ചു. സഭയുടെ വണ്ടിയിൽ കണക്കെഴുതരുത്. ഇതാ നിന്റെ സ്വർഗം നഷ്ടപ്പെടുന്നേ. സ്നാനപ്പെടാനല്ല, അന്യഭാഷ പറയാനല്ല, നിന്റെ പ്രവൃത്തി ദോഷം. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കാമോ? ഞാനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പൊക്കോണ്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരം വരുന്നേ വരട്ടെ. ദൈവത്തിന് സ്തോത്രമേ. ഒരാൾക്കെങ്കിലും വ്യത്യാസം വരുന്നേ വരട്ടെ. അതിനാ ഞാൻ വന്നതല്ല, ദൈവം എന്നെ അയച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാരും കൂടെ കൂടി വിളമ്പിയ കൂട്ടത്തിൽ ഇനി അങ്ങനെ വല്ലവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഇങ്ങനെ കോരി വിളമ്പത്തുള്ളൂ. അവനവന്റെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വരുമ്പോൾ അവർ ലാവിഷായിട്ട് കഴിക്കട്ടെ. അമ്മച്ച മരുന്നതിനേക്കാൾ കാര്യമല്ലേ നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വരുന്നത്? വാരി കോരി കൊടുക്കണ്ടേ? കുടിച്ചു മുടിഞ്ഞോനുണ്ടെങ്കിലും കൊടുത്തു മുടിഞ്ഞോനില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ വേഗം അവസാനിപ്പിക്കാൻ പോകും. ആരും വിഷമിക്കുക. ആർക്കെങ്കിലും മയങ്ങി വീഴണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇല്ലല്ലോ. എല്ലാം ഈ നല്ല കസേരയിലൊക്കെ ഇനിയിപ്പം ഈ കസേര ഒരുമാതിരി ഗുണമുള്ളതാണ്. ഞാൻ എന്റെ സമയം പറയായിരുന്നു, 10-70 സ്റ്റൂള് വാങ്ങിച്ചിട്ടായിരുന്നെങ്കിലേ ഒന്നിരുന്നാ പറയാം. 2 മണി സമയം ഇരുന്നാൽ മതിയല്ലോ. സ്റ്റൂള് വാങ്ങിച്ചിട്ടായിരുന്നു നല്ലതായിരുന്നു. എന്താ കാര്യം? ഒറ്റ എണ്ണ ഉറങ്ങത്തില്ല. സ്തോത്രം. ഈ കസേര കൈപിടിയുണ്ട്, പുറകോട്ടൊരു ചാരുമുണ്ട്, ഇച്ചിരി സീറ്റ് ചരിഞ്ഞിരിക്കുന്നത്, ഇരിപ്പ് സുഖമാ. സ്തോത്രം. ഇന്ന് പകലിൽ നമ്മൾ നിറഞ്ഞ സന്തോഷമുള്ളവരായി, ദൈവമക്കളെ സ്നേഹിക്കുന്നവരായി, എൻ്റെ കൂട്ടുവിശ്വാസികൾ, എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൂട്ടുവിശ്വാസികൾ, ആ ഒരു സഹോദരത്വം നമ്മൾ നിറഞ്ഞും കൊണ്ടു നടക്കണം. വിടരുത്. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ക്ലാസ് കഴിയുമ്പോൾ ചാപ്പാട് വിളമ്പുമ്പോൾ ഇങ്ങനൊരു വ്യത്യാസം കൂടെ വന്നപ്പോൾ പിറുപിറുപ്പായി. ആദിമസഭയിൽ യവനന്മാരുടെ
ഭാര്യമാർ എബ്രായ ഭാഷകാരൻ നേരെ പിറുപിറുത്തു. അപ്പൊ ആദ്യത്തെ സഭയിൽ തന്നെ കല്ലുകടി തുടങ്ങി, പിറുപിറുപ്പുണ്ടായി. പെട്ടെന്ന് ആ വിഷയം അപ്പോസ്തലന്മാരുടെ മുമ്പിലെത്തി. അപ്പോസ്തലന്മാർ ഒരു പരിഹാരം നിശ്ചയിച്ചു. ഞങ്ങൾ പ്രസംഗവും കളഞ്ഞേച്ച് ചാപ്പാടും വിളമ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഞങ്ങളുടെ ശുശ്രൂഷ അതല്ല. നിങ്ങളിൽ തന്നെ 7 പേരെ തെരഞ്ഞെടുത്തോളും. 3 യോഗ്യതകളുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ജ്ഞാനമുള്ള 7 പേര്. ജ്ഞാനം എന്ന് പറഞ്ഞ യഹോവ ഭക്തി എന്നാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ അനുഭവം, നല്ല സാക്ഷ്യം. അപ്പൊ പൊതുവിൽ കമ്മിറ്റി അല്ല ഇത് കേട്ടോ. പുതിയ നിയമസഭയിൽ ഒരു സൂചന പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് കമ്മിറ്റി. പുതിയ നിയമസഭ, ഞാൻ ഇരുന്ന് 47 വർഷം ഇരുന്ന സഭയിൽ കമ്മിറ്റി ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് ആരും കുഴയ്ക്കൊന്നും ചെയ്യല്ലേ, ഞാൻ വൈകിട്ടങ്ങ് പോകും. ഞാൻ പറഞ്ഞത് ഒരു സൂചന പോലും വേദപുസ്തകത്തിൽ പുതിയ നിയമസഭയ്ക്ക് ഇല്ലാത്ത വെറും മാനുഷികമായ ഒരു കാര്യം മാത്രമാണ് കമ്മിറ്റി. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കല്ല, ചാപ്പാട് വിളമ്പാനാ. ഇതിനാണ് കമ്മിറ്റിയുടെ നിദാനമായിട്ട് കൊണ്ടു കിടക്കുവാന്നു. ആണെങ്കിൽ നീ അടുക്കള പണി ചെയ്തോണം. സ്തോത്രം. 7 പേരെ തെരഞ്ഞെടുത്തു. സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കോൻ, തിമോൻ, യഹൂദ, മതാനിയസ്, അന്ത്യോക്യക്കാരൻ നിക്കോലോസ്, ഇങ്ങനെ 7 പേരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരെ കൈവച്ചു. ഒരു കാര്യം, ഒരു ദൂത്, നമ്മുടെ വീടുകളിൽ എന്ത് കാര്യം ചെയ്താലും ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടേ ചെയ്യാവൂ. ചാപ്പാട് വിളമ്പാനാ, അതിന് പോലും അവർ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നല്ല സാക്ഷ്യവും ചാപ്പാട്, ദൈവമക്കൾക്ക് ഭക്ഷണം വിളമ്പുന്നവന്റെ യോഗ്യതയിൽ ഒന്ന് അഭിഷേകമാണ്. കേട്ടോ ഉറങ്ങുന്നവരെ, ദൈവമക്കൾക്ക് ഭക്ഷണം വിളമ്പുന്നവൻ അഭിഷേകം പ്രാപിച്ചിരിക്കണം. വലിയ കള്ളത്തരം കാണിക്കും, ഇല്ലേ അവർ കള്ളത്തരം കാണിക്കും. അതുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തു, അവര് വിളമ്പാൻ തുടങ്ങി. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് 6:8 ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചേക്കാം. മതി, എല്ലാരും പുസ്തകം അടച്ചു വെച്ചേക്ക്. അനന്തരം സ്തെഫാനോസ്, അവന്റെ ജോലി എന്തുവാ? വിളമ്പ്. നമ്മൾ വിളമ്പ് കൊടുക്കുക മാത്രമൊന്നും അല്ല, അടുക്കള പണിയുണ്ട്. എങ്കിലും സർവീസ് മാത്രം നമ്മൾ കൂട്ടിക്കോ, വിളമ്പി കൊടുക്കുക. വെക്കാൻ വേറെക്കാരുണ്ടോ? ഒത്തിരി പേരുണ്ടല്ലോ, ഒരിടത്തല്ലേ ചാപ്പാടല്ല. തിന്നുക, ആരാധിക്കുക, സുഖം ജീവിതം. ഇതിനല്ല വിളി. വിളി എന്തിനാ? മറന്നുപോയി എല്ലാരും. സാക്ഷികളാകണം, പുറത്തു പോകണം. യെരുശലേമിൽ മാത്രമല്ല, പുറത്തു പോകണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുറെ ബ്രാഞ്ച് സഭകൾക്ക് രൂപം കൊടുക്കണം. ലീഡിംഗ് ചർച്ചുകൾ നിങ്ങളുടെ ദൂരെ വരുന്നവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥന ആഴ്ച ഒരിക്കൽ ക്രമീകരിക്കുക. ആരേലും ഒക്കെ വരട്ടെ, ഒരു സഹോദരൻ നടത്തട്ടെ, തൽക്കാലം നടക്കട്ടെ. ബ്രാഞ്ച് സഭകൾ ഡിസംബർ 31 ആകുമ്പോൾ ഒരു 4 ചർച്ചെങ്കിലും വരണം പുതുതായിട്ട്. അതെങ്ങനാ? നമ്മൾ കിട്ടിയത് തിന്നുക, കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ തിന്നു, ഇനിയും തന്നാലും ഞാൻ തിന്നും. ഇതല്ല, ഒരു പുതിയ സംവിധാനം നമുക്ക് വേണം. ദൈവത്തിന്റെ സ്തോത്രം. അവരെല്ലാവരും ആരും പോയില്ല, കൃപയും ശക്തിയും നിറഞ്ഞു. എവിടെ വെച്ചാ? അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കും കാലത്ത്. ഹൈസ്കൂളിൽ പഠിച്ചവനല്ല, ഓർഡിനേഷൻ ഇല്ല, കൈവെപ്പില്ല, ഒരു സുവിശേഷകന്മാര് പോലും അല്ല, വെറും അടുക്കളപ്പണി. കരിപുരന്റെ കയ്യ്. അനന്തര സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി അടുക്കള വിട്ടു. സഹോദരന്മാരെ,
ഭൗതിക കാര്യം അടുക്കളയും കൊണ്ടൊക്കെ കഴിഞ്ഞുകൂടാതെ ഒന്നോ രണ്ടോ കൂട്ടുവിശ്വാസികളെ വിളിച്ചോണ്ട് ഒന്ന് ഇറങ്ങും പുറത്തോട്ട്. നീ ഇറങ്ങാമെങ്കിൽ കേട്ടോടെ നൂത്, നീ ഒന്ന് ഇറങ്ങിയാൽ നിന്റെ കരിമുരുണ്ട കയ്യിൽ അത്ഭുതമിരിപ്പുണ്ട്. നിന്റെ കയ്യിൽ അത്ഭുതമുണ്ട്. പക്ഷെ നീ ഒന്ന് ചെയ്യാമോ? ദേവദാസന്മാരെ, നിങ്ങൾ പേടിച്ചിരിക്കാനുള്ളവരല്ല. ഇവിടുത്തെ ജാതീയ ശക്തികൾ മല മറിയുന്നത് പോലെ മറിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇവിടുത്തെ അന്യാരാധന മറിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്ഥലം പോരാതെ വരുവോളം കൂട്ടത്തോടെ ആത്മാക്കളെ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തേഫാനോസിന്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഏറെക്കാലം ചെയ്തില്ല. നമ്മളാദ്യം പറഞ്ഞ നടത്തുമില്ലാതെ പോയാൽ ഏൽപ്പിക്കാത്ത ഇവിടെ കയറി ചെയ്താന്ന് പറയും നമ്മൾ. നമുക്കതേ അറിയത്തുള്ളത്. അവനെ കല്ലെറിഞ്ഞു കൊന്നു. കൊല്ലുമ്പോൾ ദൈവനെ അംഗീകരിച്ചൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. സ്തേഫാനോസ് വിളിച്ചു പറയുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന പുത്രൻ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തിന്? തന്റെ ആദ്യത്തെ രക്തസാക്ഷിയെ ഹസ്തദാനം ചെയ്യാൻ നമ്മുടെ കർത്താവ് ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ വരവ് കാത്തവർ ഒരുങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് ചെയ്താൽ മതി, ചെയ്യുന്നത് നന്നായിരിക്കണം. ഈ പകൽക്കാലം നമുക്കെല്ലാം നമ്മളെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കാം, സാക്ഷികളാകാം, ഒരു പുതിയ ശക്തി പ്രാപിക്കാം, നമ്മെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഉറങ്ങാനല്ല പറഞ്ഞേ, പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ എവിടെ അയക്കുമോ? ഇതാ ചില അല്പം വെളിപ്പാട് ശുശ്രൂഷയുള്ള ചില സഹോദരി സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പണ്ട് പ്രാർത്ഥിച്ചു, ഇപ്പൊ പ്രാർത്ഥനയൊക്കെ കുറച്ചു. നീ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നീ ചെന്ന് പ്രാർത്ഥിക്കേണ്ട ചില ഭവനം നിനക്ക് വെളിപ്പെടാൻ പോവാ. ചില ഭവനം വെളിപ്പെടുത്താൻ പോവാ. ആ ഭവനത്തിൽ നീ ചെന്നാ മതി. അവിടുത്തെ രോഗസൗഖ്യമാ, അവിടുത്തെ ബന്ധനം അഴിഞ്ഞതാ. ഈ ദിവസം ദൈവം ചെയ്യാൻ പോകുന്നു. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും ഭവനമാകാതെ പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും കരങ്ങളൊന്ന് അടിച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ, അല്ലാത്തവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ചില ഭവനങ്ങൾ വെളിപ്പെടുത്തെ, ചില പുതിയ സഭകൾ രൂപം കൊള്ളട്ടെ. കൂട്ടത്തോട് ആത്മാക്കൾ സഭകളിൽ വരട്ടെ. ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ മാറ്റമുണ്ടാകട്ടെ. വാ തുറന്ന് രക്ഷ കൂടാതെ ധൈര്യത്തോടെ ദൈവത്തിന് വചനം പ്രസ്താവിക്കാൻ വേണം. വാ തുറന്ന് ദൈവത്തോട് ആരാധിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, കയ്യുള്ള ബന്ധനം അഴിയട്ടെ, ശരീരത്തിലെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വയറിന്റെ ഉള്ളറയിൽ പോലുള്ള മുഴകൾ ദൈവാത്മാവ് ദർശിക്കുന്നു. ഓപ്പറേഷൻ വേണ്ട. ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ട ബലൂൺ ചൊട്ടുന്നത് പോലെ ദൈവം നിർവീര്യമാക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Yes. ശരീരവേദനകൾ അടികൊണ്ടതുപോലെ വേദനപ്പെടുന്ന ചില വിഷയങ്ങൾ പുറത്ത് നീരും വേദനയുമായി ഭാരപ്പെടുന്നു. കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവം ഈ സമയം പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം ഇടുന്നു. ദൈവം ഇതെങ്കിലും വൈകിട്ട് മീറ്റിംഗിൽ കാണാം. മേ ഗോഡ് ബ്ലെസ് യു.